നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭീതി വിതച്ച് മൊൻഡ ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻഡ ചുഴലിക്കാറ്റ് കര തൊട്ടതിന് പിന്നാലെ ആന്ധ്രാപ്രദേശിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ജനജീവിതം ദുസ്സഹമായി. മഴക്കെടുതിയിൽ 4 പേരോളം മരിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തീവ്ര ചുഴലിക്കാറ്റായിരുന്ന മോൻഡയുടെ തീവ്രത കുറഞ്ഞ് വെറും ചുഴലിക്കാറ്റായി അത് മാറി. പക്ഷേ മരണം സംഭവിച്ചിരിക്കുകയാണ് മഴക്കെടുതിയിൽ. ആന്ധ്രയിലെ മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലായി രാത്രി 12:30യോടെയാണ് മോൻഡ തീരം തൊട്ടത്. റോഡ്, റെയിൽ ഗതാഗതത്തെ ചുഴലിക്കാറ്റ് സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ആന്ധ്രയിൽ 12 ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 10,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. മൊൻഡ ഒഡീഷ തീരം ലക്ഷ്യമിട്ട് നീങ്ങിയിരുന്നു. ഇതോടെ ഒഡീഷയിലും തെലങ്കാനയിലും കനത്ത മഴ തുടരുകയാണ്. ഛത്തീസ്ഗഡ്, കർണാടക, കേരളം, തമിഴ്നാട്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ മൊൻഡ ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ചയോടെയാണ് ആന്ധ്രാപ്രദേശ് തീരം കടന്നത്. അയൽ സംസ്ഥാനമായ ഒഡീഷയിൽ ഇതിന് പ്രത്യാഘാതമുണ്ടായി. ഒഡീഷയിലെ 15 ജില്ലകളിൽ ജനജീവിതം സ്തംഭിച്ചു. ആന്ധ്രാപ്രദേശിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മൊൻഡ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ കാറ്റിന്റെ ശക്തി ക്ഷയിച്ചിരുന്നു. ചുഴലിക്കാറ്റ് ഒഡീഷയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഒഡീഷയിൽ ഇതൊരു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചുഴലിക്കാറ്റ് കരതൊടുന്ന പ്രക്രിയ വൈകുന്നേരം 7 മണിയോടെ തുടങ്ങിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. ബംഗാൾ ഉൾക്കടലിലെ ഈ കാലാവസ്ഥ പ്രതിഭാസം കാക്കിനാടയ്ക്ക് സമീപം മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിലൂടെ ആന്ധ്ര തീരം കടക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയാണ് ചുഴലിക്കാറ്റിനെ തുടർന്ന് അനുഭവപ്പെട്ടത്. ആന്ധ്രാപ്രദേശിലെ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. തീവ്ര ചുഴലിക്കാറ്റായ മോൻഡ ആന്ധ്രാപ്രദേശിലുടനീളം കനത്ത മഴയ്ക്ക് കാരണമായി. നെല്ലൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. ചുഴലിക്കാറ്റ് വലിയ തോതിലുള്ള കാർഷിക നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ആന്ധ്രയിൽ 1,00,000 ഹെക്ടറിലെ കൃഷി നശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 38,000 ഹെക്ടറിലെ വിളകൾ നശിക്കുകയും 1,00,000 ഹെക്ടറിലെ ഹോർട്ടിക്കൾച്ചർ കൃഷിയെ ബാധിക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കനത്ത മഴ കാരണം ട്രെയിൻ, വിമാന സർവീസുകൾ താറുമാറായി. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ വാൾട്ടേർ ഡിവിഷനിലുടനീളം നിരവധി ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ റദ്ദാക്കുകയും വഴി തിരിച്ചുവിടുകയും പുനഃക്രമീകരിക്കുകയും ചെയ്തു. സൗത്ത് സെൻട്രൽ റെയിൽവേ സോൺ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളായി ആകെ 120 ട്രെയിനുകൾ റദ്ദാക്കി. വിമാനയാത്രയും ഇത് സാരമായി ബാധിച്ചു. വിശാഖപട്ടണം വിമാനത്താവളം ചൊവ്വാഴ്ച ഷെഡ്യൂൾ ചെയ്ത 32 വിമാനങ്ങൾ റദ്ദാക്കി. വിജയവാഡ വിമാനത്താവളം 16 എണ്ണം റദ്ദാക്കുകയും 5 എണ്ണം സർവീസ് നടത്തുകയും ചെയ്തു. എന്തായാലും ആന്ധ്രയിൽ കരതൊട്ട മൊൻഡ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ആന്ധ്ര തീരം തൊട്ട ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. തീരദേശം, റായലസീമ, തെലങ്കാന, തെക്കൻ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയ്ക്ക് സമീപത്ത് കൂടിയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് കയറിയത്. അയൽ സംസ്ഥാനമായ ഒഡീഷയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെട്ടു. ചുഴലിക്കാറ്റിനിടെ വീടിന് മുകളിൽ മരം വീണാണ് ഒരു ജീവൻ നഷ്ടമായത്. വയോധികയാണ് കൊല്ലപ്പെട്ടത്. ആന്ധ്രയിലെ കൊണസീമ ജില്ലയിലായിരുന്നു അപകടം. വൈകുന്നേരം 7 മണിയോടെയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കാക്കിനടയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിൽ വെള്ളം കയറി, റോഡുകൾ തകർന്നു. തീരദേശ ജില്ലകളിലെ 65 ഗ്രാമങ്ങളിൽ നിന്നായി 10,000-ലധികം പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, രാജമുന്ദ്രി വിമാനത്താവളത്തിൽ നിന്നുള്ള 8 വിമാനങ്ങൾ റദ്ദാക്കി. തിരുപ്പതി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ഒഡീഷയിൽ സംസ്ഥാന സർക്കാർ 20,000-ലധികം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്രയിലും ഒഡീഷയിലുമായി വ്യാപകമായി വിളനാശം സംഭവിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ ആഘാതം കുറഞ്ഞിട്ടുണ്ട്. തെക്കൻ ഒഡീഷയിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴ പെയ്യുമെന്നും IMD അധികൃതർ അറിയിച്ചു. കാറ്റിന്റെ വേഗം വൈകാതെ 80 കിലോമീറ്ററായി കുറയുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നമുക്ക് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം. എങ്ങനെയാണ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും അതുപോലെ തന്നെ കർണാടക തീരത്ത് 30-ാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
30-ാം തീയതി വരെ കർണാടക തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല 30-ാം തീയതി വരെ കർണാടക തീരത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നിലവിലുള്ളത്. അതുപോലെ തന്നെ തമിഴ്നാട് തീരം, പുതുച്ചേരി തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും ഈ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. ഇന്ന് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഈ തീരങ്ങളിൽ, അതായത് തമിഴ്നാട് തീരം, പുതുച്ചേരി, കാരയ്ക്കൽ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. 30-ാം തീയതിയോടുകൂടി കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ കുറയാനും സാധ്യതയുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായി നിലനിൽക്കുകയാണ്. ജാഗ്രതയോടെ ആയിരിക്കുക. ആന്ധ്രാപ്രദേശ്, യാനം തീരങ്ങളിലും മുന്നറിയിപ്പുണ്ട്. ഒഡീഷ തീരത്ത് മുന്നറിയിപ്പുണ്ട്. എന്തായാലും പശ്ചിമ ബംഗാൾ തീരത്ത് മുന്നറിയിപ്പുണ്ട്. അപ്പോൾ വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.